സാർ നമസ്കാരം. നമസ്കാരം. CPM ഏരിയ സമ്മേളനം നടക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന സമ്മേളനമുണ്ട്. ഇത് കഴിഞ്ഞ് കൊല്ലമാണ് CPM സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകാനായിട്ട് പോകുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് CPM സംസ്ഥാന സമ്മേളനം. പക്ഷേ ആ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് CPM തലവേദനയാകുന്നത് CPM ചേരിപ്പോരും തമ്മിലടിയുമാണ്. പിന്നെ പോരാത്തതിന് ക്രിമിനലുകൾക്ക് CPM ഒത്താശ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഈ സംസ്ഥാന നേതാക്കളെ മുറിയിൽ പൂട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും CPM കടിപിടി കൂടുകയാണ് എന്നുള്ള പല ആക്ഷേപങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട്. പാർട്ടി നിലനിന്ന വിഭാഗീയതയുടെ വേരറുക്കാനായിട്ട് MV ഗോവിന്ദൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടും യാതൊരുവിധ കാര്യങ്ങളും നടക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് സാറിന് തോന്നുന്നത്? CPM ഇപ്പോൾ താഴെ തട്ട് മുതൽ ഈ സമ്മേളനങ്ങൾ തുടങ്ങിയ ആ സമയം മുതൽ തന്നെ പിണറായിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു പടയൊരുക്കം നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് പിന്നീട് ഈ PP ദിവ്യയുടെ വിഷയമൊക്കെ ഉണ്ടായത്. അതും ഒന്നുകൂടെ അത്തരത്തിലുള്ള ചോദ്യത്തെ ഘടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിക്ക് ശേഷമാണ് ഇത്രത്തോളം പിണറായിയുടെ മേൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് പലരും രംഗത്ത് വരുന്നത്. ലോക്കൽ സമ്മേളനം മുതൽ തന്നെ അത് കൊല്ലം ജില്ലയിൽ അത് വളരെ ശക്തമായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചാത്തന്നൂര്, കാർത്തികപ്പള്ളി ആ ഇടങ്ങളിലൊക്കെ തന്നെ ഇത് അതിരൂക്ഷമായി മാറുകയും ചെയ്തു. കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത്. അവിടുത്തെ വിഭാഗീയതയാണ് ഇപ്പോൾ രൂക്ഷമായി നിൽക്കുന്നത്. ആലപ്പുഴയും ഏറ്റവും കൂടുതൽ വിഭാഗീയതയുള്ള ഇടം തന്നെയാണ് CPM. ഒന്ന് ആലോചിക്കണം, എപ്പോഴും CPM പാർട്ടി സെക്രട്ടറിക്ക് ഒരു വലിയ വിലയുണ്ടായിരുന്ന, അതായത് പാർട്ടി സെക്രട്ടറിയാണ് കാര്യങ്ങൾ മുമ്പോട്ട് നയിച്ചിരുന്ന എന്നുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഈ VS അച്യുതാനന്ദൻ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. പിണറായിയുടെ വെറുമൊരു നിഴൽ മാത്രമായിരുന്നു. VSന്റെ കയ്യും കാലും കെട്ടിയിട്ടായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അതുപോലെ EK നായനാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തും പാർട്ടി സെക്രട്ടറി നായനാർ തന്നെ പറയൂടോ, അത് സെക്രട്ടറി എന്തെങ്കിലും പറയട്ടെ എന്നിട്ട് നമുക്ക് തീർച്ചപ്പെടുത്താം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പാർട്ടി സെക്രട്ടറി വളരെ നിർണായകമാണ്. ഇവിടെ പിണറായി വിജയൻ 15 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുകയും ഭരണത്തിൽ ഇപ്പോൾ ഈ 2026 എത്തുമ്പോൾ 10 വർഷം തികയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഒരു 25 വർഷക്കാലം പാർട്ടിയിലെ ഏകഛത്രാധിപതിയായിട്ട് കഴിയുകയാണ് പിണറായി വിജയൻ. പക്ഷെ ആ പിടിയൊക്കെ ഇപ്പോൾ വിടുകയാണ് ചെയ്യുന്നത്. കാരണം 2021 അധികാരത്തിൽ വന്നപ്പോൾ അണികൾക്കൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ വരികയാണ്, കമ്മ്യൂണിസ്റ്റ് ഭരണം തുടരും എന്നുള്ള രീതിയിൽ. പക്ഷേ രണ്ടാമത്തെ തവണ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നിരവധി ഈ അഴിമതി കഥകൾ പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു. പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും വളരെ ആഡംബര ജീവിതം നയിക്കുന്നവരും അതുപോലെ തന്നെ സ്ത്രീപീഡന കക്ഷികളും ഒക്കെയായി തീർന്നു കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് വലിയ ഒരു ക്ഷീണമുണ്ടാക്കി. ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഒരു ഭരണവിരുദ്ധ വികാരം, പ്രത്യേകിച്ച് പിണറായി വിരുദ്ധ തരംഗം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 2026 തെരഞ്ഞെടുപ്പിൽ ഭരണം പോകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. 2021 ഭരണം കിട്ടിയതെന്ന് ചോദിച്ചാൽ അത് ചില കാര്യങ്ങളുടെ മേൽ ഒരു ഔദാര്യത്തിൽ കിട്ടിയതാണ്. ഒരു കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അതൊക്കെ പിണറായിക്ക് അനുകൂല ഘടകമായി മാറുകയും ചെയ്തു. അതുകൊണ്ടാണ് തുടർഭരണം കിട്ടിയത്. അപ്പോൾ ഇവിടെ അന്ന് മുസ്ലിങ്ങളെ കൂടുതലായിട്ട് പ്രീണിപ്പിച്ചു. മുസ്ലിം വോട്ടിന് വേണ്ടി കൂടുതലായിട്ടുള്ള ഒരു നീക്കം നടത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് മരുമകൻ വഴി, മുഹമ്മദ് റിയാസ് വഴി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലല്ല 24 നടന്നത്. കാരണം 24 ഹിന്ദു വോട്ടുകൾ മുഴുവൻ അങ്ങ് പോവുകയും ചെയ്തു CPM നിന്ന്. പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ BJP പോയി എന്നുള്ളത് കൃത്യമായി പാർട്ടി മനസ്സിലാക്കി. അതിനെ നന്നായിട്ട് അവർ വിലയിരുത്തി. ഏതൊക്കെ ബൂത്തിൽ നിന്ന്, ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിന്ന് എത്ര വോട്ട് പോയി എന്ന് കൃത്യമായി പാർട്ടിക്ക്
അറിയാൻ കഴിയുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ അവരത് മനസ്സിലാക്കി. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചിരുന്നത്. അത് BJPയിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. 2,99,000 വോട്ടാണ് ശോഭ അവിടെ നേടിയത്. അപ്പം ഈ ഈഴവ വോട്ടുകൾ CPMൽ ധാരാളം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് കണ്ടു. ഈ മുസ്ലിങ്ങളോടുള്ള അമിത പ്രീണനമാണ്. ഹൈന്ദവ വോട്ടുകൾ പോയി, ക്രൈസ്തവ സമൂഹം മുഴുവൻ പോയി എന്നുള്ളതാണ്. ക്രൈസ്തവരിലെ ഒരു നല്ല പങ്ക് BJPയോട് അടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് തന്നെ ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞത്, ഞങ്ങൾക്ക് റബ്ബറിന് 300 രൂപ തരും, ഞങ്ങൾ നിങ്ങൾക്കൊരു MBA തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ LDFകാർക്കൊക്കെ തന്നെ, കമ്മ്യൂണിസ്റ്റുകാർക്ക് കാലിളകിയതാണ്. കാരണം ബിഷപ്പുമാരുടെ വോട്ട് അപ്പുറത്തേക്ക് പോകും എന്ന് മനസ്സിലാക്കി. അത് തന്നെ സംഭവിച്ചു. ഇപ്പോഴെന്താണ് പിണറായി വിജയൻ ചെയ്യുന്നത്? മുസ്ലിംകളെ മുഴുവൻ അവിടെ ഭിന്നിപ്പിക്കാൻ നോക്കുകയാണ്. വയനാട്ടിൽ പോയി പ്രസംഗിച്ചു. ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെ തന്നെ തീവ്രവാദികളാണ്, അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് മുസ്ലിം ലീഗ് എന്നൊക്കെ രീതിയിൽ പാണക്കാട്ട് തങ്ങളെയും കുടുംബക്കാരെയും ഒക്കെ വിമർശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരെ അകറ്റി നിർത്തിക്കൊണ്ട് ഈ ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ തിരിച്ചു കൊണ്ടുവരാം എന്നാണ് പിണറായി കരുതുന്നത്. പക്ഷേ അത് ജനം തിരിച്ചറിഞ്ഞു. ഇത് ഒന്നാം തരം കാപട്യമാണ് എന്ന് മനസ്സിലാകുന്നു. അവസരവാദിയാണ്. അവസരത്തിനൊത്ത് ഈ അബ്ദുൽ നാസർ മദനിയെയൊക്കെ സ്റ്റേജിലിരുത്തിയ ആളാണ് ഈ പിണറായി വിജയൻ. അന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞതാണ്, ഇത് മതതീവ്രവാദിയാണ്. 2047 ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നവരാണ്, അവരെ അടുപ്പിക്കരുതെന്ന്. VSനെയൊക്കെ അന്ന് പുല്ല് പോലെയല്ലേ വലിച്ചെറിഞ്ഞത്. പിണറായി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ വല്ലാത്ത ആധിപത്യമല്ലേ. ഇപ്പം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. VSന്റെ കാൽ ചുവട്ടിൽ തന്നെയാണ് പാർട്ടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം പാർട്ടി സെക്രട്ടറിക്ക് ഒന്നും ഒരു വോയിസും ഇല്ലാത്ത രീതിയിൽ മാറുക എന്നുള്ളതാണ്. പിന്നെ കോടിയേരി ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വളരെ സുതാര്യമായിട്ട് പോകുമെന്നുള്ളതാണ്. ഇവിടെ MV ഗോവിന്ദനൊക്കെ വന്നു. അതിനു മുമ്പ് താൽക്കാലിക ചുമതല വിജയരാഘവന് കൊടുത്തു. ഇതൊക്കെ പിണറായിയുടെ പാവകളാണെന്നുള്ളതാണ്. MV ഗോവിന്ദനൊക്കെ അത് തന്നെയാണെന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഈ PP ദിവ്യയുടെ വിഷയത്തിലോ അതിനു മുമ്പുണ്ടായ നിരവധി വിഷയങ്ങൾ, 2021 മുതൽ നിരവധി വിഷയങ്ങളല്ലേ, സ്വപ്ന സുരേഷ് ഇറക്കിവിട്ട കാര്യങ്ങളും ഒക്കെ എവിടെ പോയി ഇതെല്ലാം? അപ്പോൾ ഈ എല്ലാത്തിനെയും അടിച്ചമർത്തി മുമ്പോട്ട് പോകുന്ന ഒരു ഏകഛത്രാധിപതിയാണ് പിണറായി വിജയൻ. പക്ഷെ ആ പിണറായിസത്തെയാണ് ഇപ്പോൾ പാർട്ടി അണികൾ താഴെത്തട്ട് മുതൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കൊല്ലം ജില്ലയിലെ ഈ കുറച്ച് നേതാക്കളെയൊക്കെ പിടിച്ച് മുറിയിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് വനിതാ സഖാക്കന്മാർ തയ്യാറായി വന്നത്. അത് പാർട്ടിയിലൊരു വലിയ വിപ്ലവം തന്നെയാണ്. പിണറായി വിജയനെ എതിർത്ത് ആരും ഒന്നും പറയാതിരിക്കുക എന്നൊക്കെ ഇപ്പം പിണറായിക്ക് മനസ്സിലായി. കാൽക്കീഴിൽ മണ്ണൊലിച്ചു പോകാൻ തുടങ്ങി എന്നുള്ളത്. അതുമല്ല, 2021 വന്നപ്പോൾ പ്രധാനികളെയൊക്കെ ഒതുക്കിയില്ലേ? G സുധാകരനെ ഒതുക്കി, തോമസ് ഐസക്കിനെ ഒതുക്കി, ശൈലജ മത്സരിച്ചുവെങ്കിലും മന്ത്രിസ്ഥാനം കൊടുത്തില്ല, EP ജയരാജനെ ഒതുക്കാവുന്ന രീതിയിലെല്ലാം ഒതുക്കി. അപ്പൊ എന്തിനു വേണ്ടിയാണ്? എല്ലാവർക്കും മനസ്സിലായി, മരുമകനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അരിയിട്ടു വാഴ്ച നടത്തണം, അതിനുവേണ്ടി കാര്യങ്ങൾ സുതാര്യമാക്കി കൊണ്ടുപോവുകയാണെന്ന് വ്യക്തമായി. അപ്പോൾ പലരും പറഞ്ഞു, എന്താ അതൊക്കെ വെറും ഒരു തെറ്റായ ധാരണയാണ്, മാധ്യമ സൃഷ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് കൃത്യമായപ്പോഴാണ് ഈ താഴെത്തട്ടിലെ പലരും ഇളകാൻ തുടങ്ങിയത്. കാരണം 24-ലെ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവി, 19-ലും തോൽവി ഉണ്ടായി. അത് പക്ഷേ ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ തിരിച്ചടി ഉണ്ടായതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ 24-ലുണ്ടായ തിരിച്ചടി എന്ന് പറയുന്നത് ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അവിടെ ആലത്തൂരിൽ രാധാകൃഷ്ണന്റെ വിജയം മാത്രമേ ഉണ്ടായുള്ളൂ. രാധാകൃഷ്ണന്റെ വിജയം എന്ന് പറയുന്നത് അത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ടാണ്. അങ്ങനെ ഉണ്ടായ ഒരു വിജയമാണ്, അല്ലാതെ പാർട്ടിയുടെ മഹത്വം കൊണ്ടൊന്നും ഉണ്ടായതല്ല എന്നുള്ളതാണ്. അപ്പോൾ പിണറായിസത്തെ ചോദ്യം ചെയ്യുമ്പോൾ ആകെ കൂടെ ഹാലിളകുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും മുസ്ലിങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തിയത് കൊണ്ടോ പിണറായി വിജയന് കാര്യമുണ്ടാകുന്നില്ല. ഹൈന്ദവ വോട്ടുകളെല്ലാം മാറിപ്പോകാൻ തുടങ്ങി. മുസ്ലിം വോട്ട് മുഴുവൻ അവരുടെ ആ കോട്ടയിൽ തന്നെ നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ്.